ഹായ് ഫ്രണ്ട്സ്, രതീഷാണ്. എല്ലാവർക്കും ഞാൻ മലയാളിയിലേക്ക് സ്വാഗതം. ഇതൊരു വ്ളോഗാണ്. ഇതൊരു ട്രാവൽ വ്ളോഗ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് വ്ളോഗാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 5 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഫേവറേറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് മനോഹരമായിട്ടുള്ള സ്ഥലമൊന്നല്ല. എനിക്ക് ലൈഫിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ്, എന്നെ ഞാനാക്കിയ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ 5 സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം നമ്മുടെ സ്വന്തം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തു നിന്നാണ് എൻ്റെ ലൈഫ് തുടങ്ങിയതും. ഞാൻ ഓരോ രാജ്യത്തേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ പുതിയ കോൺട്രാക്ട് ചെയ്യാൻ വരുമ്പോഴും തുടക്കവും തിരുവനന്തപുരം തന്നെയാണ്. എല്ലാ യാത്രയുടെ അവസാനവും തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് എല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഷിപ്പിൽ ജോലി ചെയ്യുമ്പോഴും ഷിപ്പിലേക്ക് വരാനിടയാക്കിയ സാഹചര്യവും എല്ലാം തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. സോ അതിൻ്റെ ഒരു കരിയർ പാത്ത് സൃഷ്ടിച്ചതും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. പക്ഷേ എന്നെ ഞാനാക്കിയ എക്സ്പീരിയൻസ് അത് വേറെ 5 സ്ഥലങ്ങളിലാണ്. ആ 5 സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ സ്ഥലം കൊച്ചിയാണ്. ഞാൻ കൊച്ചിയിൽ 5.5 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം പഠിച്ചു, 2.5 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ആദ്യം പഠിക്കുന്ന സമയത്ത് മുതൽ ഞാൻ പാർട്ട് ടൈം ജോബിനും ഔട്ട്ഡോർ കാറ്ററിങ്ങിനൊക്കെ പോകുമായിരുന്നു. പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പലതരം ജോലികൾ ചെയ്തു. ഞാൻ എറണാകുളം ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം ഉറങ്ങിയിട്ടുണ്ട്. രാത്രി വേറെ ഒരിടം പോകാൻ പറ്റാതെ പലപ്പോഴും സ്ട്രക്കപ്പായിട്ട്. കാരണം ഔട്ട്ഡോർ കാറ്ററിംഗ് ഒക്കെ തീർന്നു വരുമ്പോൾ രാത്രിയാവും, മിഡ്നൈറ്റ് ആവും, പിന്നെ ബസ്സൊന്നും കിട്ടത്തില്ല. അങ്ങനെ പല ദിവസങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എല്ലായിടത്തും ഞാൻ കിടന്നുറങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അല്ലാതെ പഠിക്കുമ്പോൾ തന്നെ തട്ടുകടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലേ മെറിഡിയൻ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടലാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ലേ മെറിഡിയനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലേ മെറിഡിയൻ 2.5 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞാൻ ലേ മെറിഡിയനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കുഞ്ഞു റൂമിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ലോറി ഡ്രൈവേഴ്സ്, അതിൽ കൂലിപ്പണിക്കാർ എല്ലാവരും സ്റ്റേ ചെയ്യുന്ന ഒരു കുഞ്ഞു സ്ഥലത്താണ്. അവരോടൊപ്പമാണ് ഞാൻ സ്റ്റേ ചെയ്തത്. കാരണം എനിക്ക് അവിടെ സ്റ്റൈഫിനായിട്ട് മാസം 2000 രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു അക്കോമഡേഷൻ അഫോർഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല ആ ക്യാഷ് കൊണ്ട്. സോ ഞാൻ ഒരു കുഞ്ഞു ഇടുങ്ങിയ റൂമിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ലൈഫിൽ എങ്ങനെയും സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കാണിച്ചു തന്ന സ്ഥലമാണ് കൊച്ചി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് സ്ഥലം എന്ന് പറയുന്നത് അബുദാബിയാണ്. അബുദാബി എന്തുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആയെന്ന് വെച്ചാൽ, അബുദാബിയിൽ ഞാൻ ഒരിക്കലും പുറത്തോട്ട് പോവുകയോ എയർപോർട്ട് വിട്ട് പുറത്തു പോവുകയോ ചെയ്തിട്ടില്ല. എയർപോർട്ട് മാത്രമേ ഞാൻ കാലുകുത്തിയിട്ടുള്ളൂ. എന്നാലും അബുദാബി എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. അവിടെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ആദ്യം ഫ്ലൈറ്റ് കയറുമ്പോൾ ആക്ച്വലി ന്യൂയോർക്കിലായിരുന്നു ന്യൂയോർക്ക് ത്രൂ അബുദാബി ടു ന്യൂയോർക്കാണ് ഫ്ലൈറ്റ്. ട്രിവാൻഡ്രം, അബുദാബി, ന്യൂയോർക്ക് കണക്റ്റീവ് ഫ്ലൈറ്റാണ്. അപ്പോൾ അബുദാബിയിൽ വന്ന് ട്രിവാൻഡ്രത്ത് കറക്റ്റ് ടൈമിലായിരുന്നു. അബുദാബിയിലെത്തി. അബുദാബിയിൽ വന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് ഫ്ലൈറ്റ് ഡിലേ ആണ്. അതും 12 മണിക്കൂർ ഡിലേ. എനിക്ക് ജോയിനിങ് തന്നിരിക്കുന്നത് അപ്പോൾ ഡിലേ ഫ്ലൈറ്റ് അനുസരിച്ച് ഞാൻ റീച്ച് ആവുന്നത് ഈവനിങ് ആണ്. അപ്പോൾ നമ്മുടെ ഷെഡ്യൂളെല്ലാം തെറ്റും. എനിക്ക് കമ്പനീൻ്റെ വക വണ്ടിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. എനിക്കിവിടെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അബുദാബിയിൽ ഫ്ലൈറ്റ് ഡിലേ, അവിടെ കുടുങ്ങി. അപ്പോൾ ഫ്ലൈറ്റ് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കമ്പനി വിളിച്ച് ഇൻഫോം ചെയ്യണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇൻഫോം ചെയ്യും, ആരെ കോണ്ടാക്ട് ചെയ്യും, യാതൊരു ഐഡിയ ഇല്ല. കാരണം എൻ്റെ ഓഫീസ് ബോംബെയിലാണ്. നമ്മൾ ഫുൾ കോണ്ടാക്ട് ത്രൂ ഇമെയിലാണ്. ഫോൺ നമ്പർ കൂടി ഇല്ല. ഒരേ ഒരു ഫോൺ നമ്പറേ ഉള്ളൂ. അത് റിസപ്ഷൻ നമ്പറാണ്. ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഈവനിങ് ആണ് നമ്മുടെ ബോംബെയിൽ. അപ്പോൾ ഓഫീസൊന്നുമില്ല, ക്ലോസ് ആണ്. അപ്പോൾ ഞാൻ എങ്ങനെ ആരെയും കോണ്ടാക്ട് ചെയ്യും, എങ്ങനെ അവരെ അറിയിക്കും ഞാൻ ഇതുപോലെ ഫ്ലൈറ്റ് ഡിലേ ആണ്, ഇവിടെ സ്ട്രക്കപ്പായി,
ഇങ്ങനെ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയാതെ ആയിപ്പോയി. അപ്പോൾ ഫ്ലൈറ്റിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്ത ഒരു 5 പേര് ഞാൻ എയർപോർട്ടിൽ അവർ ആക്ച്വലി മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അവരെ പരിചയപ്പെട്ടു, അവരോടെ ഇരുന്നു. അവരെല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചു. പേടിക്കണ്ട, നീ കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യും, നീ അവിടെ എത്തും, പേടിക്കണ്ട. അവരെന്നെ ഒരു ഫോൺ നമ്പറൊക്കെ അവരുടെ ലാപ്ടോപ്പ് തന്നു, നീ ഇത് ഫോൺ തന്നു, ഇത് ആക്സസ് ചെയ്യും, മെയിൽ അയക്കൂ, നീ കോൺടാക്ട് ചെയ്യാൻ അറിയാവുന്ന ഇമെയിലിലേക്ക് മെസ്സേജ് അയക്കൂ. ഇങ്ങനെയൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അവിടെ 5 പേരുണ്ടായിരുന്നു. അവരോട് ഞാൻ ഓൾമോസ്റ്റ് മോർ ദാൻ 10 hours അവരുമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തു എയർപോർട്ടിൽ. അതെനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. നമ്മൾ മലയാളികൾ വേറൊരു മലയാളിക്ക് എങ്ങനെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് എനിക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ നിമിഷമായിരുന്നു അത്. എൻ്റെ അടുത്ത ഫേവറേറ്റ് സ്ഥലം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ദ സിറ്റി നെവർ സ്ലീപ്പ്. പക്ഷേ അതല്ല കാരണം എനിക്ക് ന്യൂയോർക്ക് ഫേവറേറ്റ് ആയതാണ്. ന്യൂയോർക്കിലെ ഫസ്റ്റ് ഡേ ആൻഡ് ഫസ്റ്റ് വിസിറ്റ്, ഇത് രണ്ടും എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഫ്ലൈറ്റ് ഞാൻ ജോയിൻ ചെയ്തത് ന്യൂയോർക്കിലാണ്, JFKയിലാണ് വരുന്നത്. അപ്പോൾ JFKയിൽ വന്നിട്ട് ഞാൻ ഓൾറെഡി ഫ്ലൈറ്റ് ഡിലേ ആണ്. അവിടെ അന്ന് ഒരുപാട് ഡിലേസായി, ഇമിഗ്രേഷൻ ഡിലേ ആയി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങി ഇമിഗ്രേഷനിൽ പോകുമ്പോൾ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് എന്നെ പിടിച്ചു വെച്ചു. ആക്ച്വലി അവർ ഇമിഗ്രേഷൻ ക്ലിയറൻസ് തരുന്നുണ്ടായിരുന്നു, കാരണം നമ്മൾ ഫ്ലൈറ്റൊക്കെ മാറി കയറിയതാണ്, വേറെ ഫ്ലൈറ്റാണ് വന്നത്. അപ്പോൾ അവർ ഇമിഗ്രേഷൻ ക്ലിയറൻസ് തരാതെ പിടിച്ച് ഒരു റൂമിലിരുത്തി. ആ റൂമിൽ ഞാൻ ഉച്ചയ്ക്ക് ലാൻഡായതാണ് ഫ്ലൈറ്റിൽ. ഉച്ചയ്ക്ക് ലാൻഡായിട്ട് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് 5 മണി വരെ എന്നെ അവിടെ ഇരുത്തുകയുണ്ടായി, ഒരു കുഞ്ഞു റൂമിൽ. ഞാൻ മാത്രമല്ല, വേറെയും കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഷിപ്പിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ ഉള്ളവരാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അവിടെ വന്ന് അവിടെ എല്ലാവരും ഇരിക്കുന്നതുകൊണ്ടോ ഇത്ര നേരം ഇരുത്തി ആ സമയം കൊണ്ട് ഞാൻ അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അവരൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്, നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു. എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ളവരാണ്. ഒരു അറൗണ്ട് 10 people ഉണ്ടായിരുന്നു. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. എല്ലാവരെയും പിടിച്ചിരുത്തിയിരിക്കുകയാണ് അവിടെ ആക്ച്വലി. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ വന്ന് പെട്ടു. ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് പോകുന്നത് രാവിലെ 5 മണിക്കാണ്. രാവിലെ 5 മണിക്ക് ഞങ്ങൾക്ക് ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനി. അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോകുമെന്നാണ്. പോയിട്ട് അവിടെ നിന്ന് ഫ്രഷപ്പായിട്ട് ജോയിൻ ചെയ്യും. രാവിലെ 6 മണിക്കാണ് ജോയിനിങ്. അപ്പോൾ ഓൾറെഡി 5 മണിയായി നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ. അപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന വണ്ടിയൊക്കെ പോയി. ആരുമില്ല ഞങ്ങളെ പിക്ക് ചെയ്യാൻ. എന്ത് ചെയ്യണം, എവിടെ പോകണമെന്നൊന്നും അറിയില്ല. മൊത്തമായിട്ട് ഞങ്ങളവിടെ പെട്ടുപോയി. പിന്നെ നമ്മൾ അക്കോമഡേഷനിലെ ഡീറ്റെയിൽ വെച്ചിട്ട് ആ ഹോട്ടലിൽ കോണ്ടാക്ട് ചെയ്തു. ഹിൽട്ടൺ ആയിരുന്നു. ഹിൽട്ടൺ ഹോട്ടൽസ് കോണ്ടാക്ട് ചെയ്തു. അവരൊരു വണ്ടി അയച്ചു. പക്ഷേ അവർ കുറച്ച് ഡിലേ ആയിട്ട് വന്നു. ഞാൻ വണ്ടി കയറി ആ ഹോട്ടലിൽ പോയി ഒന്ന് ഫേസ് വാഷ് ചെയ്ത് ഒന്ന് ഫ്രഷപ്പായി കഴിഞ്ഞപ്പോൾ തന്നെ റിസപ്ഷനിൽ കോൾ വന്നു, ഇപ്പോൾ നിങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട്, ഗെറ്റ് റെഡി. അങ്ങനെ ഒന്നും ഉറങ്ങാൻ കൂടി പറ്റിയിട്ടില്ല. നേരെ നേരെ കപ്പലിലോട്ട് പോയി ജോയിൻ ചെയ്യാൻ. 6 മണി വണ്ടി വന്നു. ഒരു 8 മണിയായപ്പോൾ ഷിപ്പിലെത്തി. ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് വിസിറ്റാണ്. ന്യൂയോർക്കിലെ ഫസ്റ്റ് വിസിറ്റിന് ഞങ്ങൾ ആഫ്റ്റർ 2 weeks ഞങ്ങൾ കപ്പൽ വീണ്ടും തിരിച്ച് ന്യൂയോർക്കിലോട്ട് വന്നു. അപ്പോൾ ന്യൂയോർക്കിൽ വന്നിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു, ഓക്കെ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോവാം. ഓക്കെ, ഞാനും ഓക്കെ പറഞ്ഞു, ഓക്കെ ന്യൂയോർക്കിൽ വന്നതല്ലേ കാണാം. അതിന് പോയി. അങ്ങോട്ട് പോകുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ടാക്സിയിൽ പറഞ്ഞു, ഓക്കെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ടാക്സിക്കാരൻ കറക്റ്റായിട്ട് അവിടെ കൊണ്ട് വിട്ടു. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയൊക്കെ കണ്ടു. പക്ഷേ നമ്മളെ ബാക്ക് ഓൺ ബോർഡ് ടൈം എന്ന് പറയുന്നത് 4 മണിയായിരുന്നു. നമ്മൾ 3 മണി വരെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ വേറെ ടാക്സി പിടിച്ച് തിരിച്ചു വരാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് ഒരു ടാക്സിക്കാരൻ തയ്യാറാവുന്നില്ല.
4 മണിക്ക് ബേക്കോൺ ബോർഡാണ്. ബേക്കോൺ ബോർഡ് ടൈം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞൊരു 15-30 മിനിറ്റിൽ ഷിപ്പ് സെയിലാവും. അപ്പോൾ വീണ്ടും നമ്മൾ സ്ട്രക്കാവും ഇവിടെ. അപ്പോൾ അത് നമ്മുടെ ജോലിയെ വരെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ജോലി വരെ പോകും. അങ്ങനെ മൊത്തത്തിൽ ടെൻഷനായ അപ്പോൾ അങ്ങനെ അവിടെ ടെൻഷനായിട്ട് ടാക്സിക്കാരൊന്നും വിളിച്ചിട്ട് വരുന്നില്ല. അവസാനം ഒരു ഇന്ത്യക്കാരൻ തന്നെ വന്നു, ഒരു നോർത്ത് ഇന്ത്യനാണ്. അപ്പോൾ പുള്ളി എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യുമെങ്കിൽ പുള്ളി കൊണ്ടാക്കാം. കാരണം അവിടെ ഇടയ്ക്ക് ടോളുണ്ട്, ഒരു ബ്രിഡ്ജ് കയറിയാണ് പോകാനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബ്രൂക്ലിൻ ബ്രിഡ്ജ്, ആക്ച്വലി ബ്രൂക്ലിൻ ബ്രിഡ്ജാണ്, അവിടെ എക്സ്ട്രാ പേ ചെയ്യണം, അണ്ടർ പാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എന്ത് വേണം ചെയ്യാൻ ചേട്ടാ, ഞങ്ങൾ അവിടെ കൊണ്ട് വിട്ടാൽ മതി ടൈമിന്. അങ്ങനെ ടാക്സി കയറിയിട്ട് ഞങ്ങൾ ഷിപ്പിൽ കറക്റ്റ് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് തിരിച്ച് കയറിയത് ഷിപ്പിനുള്ളിൽ. അങ്ങനെ ഇത് രണ്ടും മറക്കാൻ പറ്റാത്ത ഇൻസിഡൻ്റാണ് ന്യൂയോർക്കിൽ. പിന്നെ ഉള്ളതെല്ലാം പിന്നെ ന്യൂയോർക്കിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. മേ ബി 1000 ടൈംസ്, മേ ബി മോർ, ഈവൻ മോർ. ഞാൻ ബാക്കിയുള്ള ന്യൂയോർക്കിലെ എക്സ്പീരിയൻസ് എല്ലാം വളരെ വളരെ സന്തോഷം നിറഞ്ഞായിരുന്നു. ന്യൂയോർക്കിൽ ആൾവേസ് നമുക്ക് എന്തെങ്കിലും പുതിയത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ന്യൂയോർക്ക് ഈസ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്ഥലം എന്ന് പറയുന്നത് ജോർഡാനാണ്. ജോർഡാൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ അവിടുത്തെ എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സൊന്നും പുറത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി ഫ്രണ്ട്സൊന്നും ഓക്കെ ഞങ്ങളില്ല ഇവിടെ, നത്തിങ് സ്പെഷ്യൽ ഇൻ ദിസ് പ്ലേസ് ആക്ച്വലി. ഓക്കെ ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ, അത് അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്, ഓക്കെ ലെറ്റ്സ് ഗോ ഔട്ട്. ഞാൻ പുറത്ത് പോയി ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് എപ്പോഴും പുറത്ത് പോകുന്ന സമയത്തൊക്കെ. ഇത് ഗസ്റ്റ് ആരും കാണാനില്ല, കുറച്ച് പേരൊക്കെ നടക്കുന്നുള്ളൂ. ഞാൻ എങ്ങനെ ഫുള്ള് നടക്കുകയാണ്. എൻ്റെ മൊബൈൽ തന്നെ ഫോട്ടോ എടുക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ വീഡിയോ ചെയ്യാറില്ല ആക്ച്വലി, കാരണം വീഡിയോ വീണ്ടും എടുത്ത് കാണുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഈ നിമിഷം വരെ, ഇപ്പോൾ ഞാൻ ഫിലിപ്പീൻസിലാണ്, അപ്പോൾ ഇവിടെ വരെ ഞാൻ ഫോട്ടോസാണ് സേവ് ചെയ്തിരിക്കുന്നത്, വീഡിയോസ് ഒന്നും സേവ് ചെയ്യാറില്ല. കാരണം ഫോട്ടോസ് ഈസിയാണ് എനിക്ക് എടുത്ത് നോക്കുന്നത്, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ പുറത്ത് പോയി ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പോകുന്ന വഴി ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആക്ച്വലി ഒരുപാട് നടന്നു, ചെറിയ ചെറിയ ടൗൺസൊക്കെ പാസ് ചെയ്തു, ഒരുപാട് നടന്ന് ഉള്ളിലോട്ട് എത്തി. തിരിച്ചെങ്ങനെ വരണമെന്ന് അറിയില്ല, ഞാൻ സ്ട്രക്കപ്പായി. ഞാൻ തിരിച്ച് ഒരു ഐഡിയ വെച്ചിട്ട് ഒരുപാട് നടന്നു. ഞാൻ പൊക്കമുള്ള സ്ഥലത്തൊക്കെ കയറി നിന്ന് എത്തി നോക്കുകയാണ് ഷിപ്പിന് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ. കാരണം ഞാൻ ലോക്കൽ ആളുകളെ ചോദിക്കുമ്പോൾ അവരെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല, ഇൻഫർമേഷൻ ഓഫീസ് ഒന്നുമില്ല, അതൊരു ഡെസേർട്ട് പോലെയുള്ള സ്ഥലമാണ്. സോ മൊത്തത്തിൽ ഞാൻ ബ്ലാങ്ക് ഔട്ട്, ഒന്നും അറിയില്ല, എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു ഒന്നും അറിയില്ല. ഞാൻ ഒരുപാട് നടന്നു, ആകെ വിഷമിച്ച്.
ഷിപ്പ് ഷാങ്ഹായിലോട്ടാണ് പോകുന്നത്, ചൈനയിലോട്ടാണ് പോകുന്നത്, പേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഷിപ്പിലോട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആക്ച്വലി ഇത് ബാഗേജ് ഒന്നും ഇല്ലാതെ ഷാങ്ഹായിൽ ഒരു 3 days കഴിഞ്ഞിട്ടാണ് ഷിപ്പ് വരുന്നത്. അപ്പോൾ അത്രയും ദിവസം ഞാനങ്ങനെ ബാഗേജ് ഒന്നും ഇല്ലാതെ ഒരു പേഴ്സണൽ ബിലോങ്സിങ്സും ഇല്ലാതെ ഞാനങ്ങനെ സർവൈവ് ചെയ്യുന്ന മൊത്തത്തിൽ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ അവർ ഞാൻ എന്നാലും എഴുതി കൊടുത്തു, അഡ്രസ്സ് എൻ്റെ ഡീറ്റെയിൽസ് ഫുൾ എഴുതി കൊടുത്തു, ക്ലെയിം ചെയ്തു. ഞാൻ പോയി, ഷിപ്പിലോട്ട് പോയി. എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അവരുടെ കുറച്ച് ഡ്രസ്സൊക്കെ തന്നു, അവർ യൂസ് ചെയ്യാത്ത ഡ്രസ്സും ഒക്കെ കുറേയൊക്കെ തന്നു. അങ്ങനെ ഞാൻ ആ ഒരു 3-4 days സർവൈവ് ചെയ്തു. ഷാങ്ഹായിൽ കറക്റ്റായിട്ട് ബാഗേജ് എല്ലാം കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഹോങ്കോങ്ങിൽ. അതിനുശേഷം ഒരുപാട് തവണ ഹോങ്കോങ്ങിൽ പോയിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുണ്ട്. ഇത്രയും അനുഭവങ്ങളാണ് എന്നെ കൂടുതൽ വിൽ പവർ, നമ്മൾ എന്ത് വന്നാലും നമുക്ക് പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെ സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നാലും നമുക്ക് അതെല്ലാം തരണം ചെയ്യാൻ പറ്റും. ഇതൊന്നും ഒരു വിഷയമല്ല, എന്തും എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നിയത് ഇത്രയും എക്സ്പീരിയൻസ്, അബ്രോഡുള്ള സ്ഥലങ്ങളിലെ ഇത്രയും എക്സ്പീരിയൻസ് തന്നെയാണ് എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കി. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞ ഈ എക്സ്പീരിയൻസാണ് എന്നെ ഇത് ഇത്രയും ഫേവറേറ്റ്, ആ സ്ഥലങ്ങളോട് ഇത്രയും കൂടുതൽ എനിക്ക് താല്പര്യം വരുന്നത്. ഞാൻ അപ്പോൾ ഒരുപാട് വിഷമിച്ചെങ്കിലും, ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെങ്കിലും, പിന്നീട് ആലോചിക്കുമ്പോൾ ഈ അനുഭവങ്ങളാണ് എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ടുള്ളത്. എനിക്ക് ഏത് സിറ്റുവേഷൻ വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് ഈ ഇത്തരം സന്ദർഭങ്ങളിലൂടെയായിരുന്നു. വീഡിയോ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഹാവ് എ ഗുഡ് ഡേ ആൻഡ് താങ്ക് യു.